ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ന് ട്രംപിൻ്റെ ടാരിഫ് നയത്തിൽ നിഫ്റ്റി ആദ്യം ഗ്രീനിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നെ ഒരു 86 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്ന് 24,768 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.35% ഇടിവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 188 പോയിൻറ്റ്സ് കുറഞ്ഞ് 55,961 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 57,400 ക്ലോസ് ചെയ്തപ്പോൾ 541 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 190 പോയിൻറ്റ്സ് കുറഞ്ഞ് 17,966 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 11.54 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 301 പോയിൻറ്റ്സ് കുറഞ്ഞ് 81,185 ക്ലോസ് ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സ് ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. DIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 6,372 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. 5,588 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് FMCG, നിഫ്റ്റി മീഡിയ എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീൻ കാണിക്കുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതായത് നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് എബവ് 1% ഇടിവുണ്ടായി. നിഫ്റ്റി ഓട്ടോ 23,655 ക്ലോസ് ചെയ്തപ്പോൾ 89 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 305 പോയിൻറ്റ്സ് കുറഞ്ഞ് 35,116 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 53 പോയിൻറ്റ്സ് കുറഞ്ഞ് 26,649 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 791 പോയിൻറ്റ്സ് ഉയർന്ന് 55,812 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 160 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,880 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9066 ക്ലോസ് ചെയ്തപ്പോൾ 84 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 180 പോയിൻറ്റ്സ് കുറഞ്ഞ് 35,301 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1 പോയിൻറ്റ്സ് ഉയർന്ന് 16,260 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 9285 ക്ലോസ് ചെയ്തപ്പോൾ 114 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 169 പോയിൻറ്റ്സ് കുറവുണ്ടായി 11,262 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 22,771 ക്ലോസ് ചെയ്തപ്പോൾ 302 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. നിഫ്റ്റി PSU ബാങ്ക് 56 പോയിൻറ്റ്സ് കുറഞ്ഞ് 6850 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 5 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 912 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞ് ഇന്ന് 872 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,786 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് ഇന്ന് ഹിന്ദുസ്ഥാൻ യൂണിയൻ 3.55% റാലി നടത്തി. ജിയോ ഫിനാൻസ് 2.72% റാലി നടത്തി. JSW Steel 1.93%, Eternal 1.78%, Kotak Bank 1.04%, ITC 1.01%, Power Grid 0.80%, Apollo Hospital 0.77%, Nestle India 0.65% and ICICI Bank 0.18% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി എൻ്റർപ്രൈസ് 4.06% ഫോൾ കണ്ടു. ടാറ്റ സ്റ്റീൽ 2.52%, സൺ ഫാർമ 1.95%, ഡോക്ടർ റെഡ്ഡി 1.93%, NTPC 1.51%, റിലയൻസ് 1.43%, അദാനി പോർട്സ് 1.43%, ടൈറ്റാൻ 1.08%, ഭാരതി എയർടെൽ 1.07% ആൻഡ് കോൾ ഇന്ത്യ 1.04% ഫോൾ നടത്തി. ഇതൊരു ബയേഴ്സ് സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2024 ജൂണിൽ 24,951 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അവിടുന്ന് 24,768 നിൽക്കുമ്പോൾ 0.73% ലോസാണ് നമുക്ക് കഴിഞ്ഞ ഒരു വർഷമായി കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,768 നിൽക്കുമ്പോൾ 4.32% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,680 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,821 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,855 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ ഇന്ന് 24,768 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിൽ 0.80% ലോസാണ് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USA S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ 1 ഓഗസ്റ്റ് നാളെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ നാളെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ USD ഫോറക്സ് റിസർവ് ഡേറ്റ നാളെ വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.